എൻ്റെ പേര് നീതു. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. 2019 എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ അകത്ത് 6 നിയമങ്ങളിൽ വെച്ചതിൽ ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നായിരുന്നു. അത് ഞങ്ങൾക്ക് ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ ഒരു പഴയ തറവാട് വീടാണ്, അതൊട്ടും പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു, മുന്നോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല, എൻ്റെ അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അടുക്കളയുടെ ഒരു ഭാഗം എങ്ങനെയോ കത്തി. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നു, അതിൻ്റെ സാന്നിധ്യത്തിൽ തീയൊക്കെ കെടുത്തി. അങ്ങനെ വീട്ടിലെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചു, എന്തായാലും കത്തി വെട്ടി കിടക്കുന്നത് ശരിയല്ല, നമുക്കൊരു പുതിയ ഭവനം പണിയാമെന്ന് തീരുമാനിച്ചു. പഴയ വീടായതുകൊണ്ട് എല്ലാവരോടും ചോദിക്കേണ്ട വന്നു വീട് പൊളിക്കട്ടെ എന്ന്. അങ്ങനെ പുതിയൊരു ഭവനം ഞങ്ങൾ 2020 സെപ്റ്റംബർ 8 ഞങ്ങൾ തറക്കല്ലിട്ടു. അങ്ങനെ ചെറിയൊരു വീടായിട്ട് പണിയാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത് പണിത് വന്നപ്പോൾ ഒരു വലിയൊരു വീടായി. അത് ഞങ്ങൾ ചെറിയൊരു എമൗണ്ടാണ് പ്രതീക്ഷിച്ചെങ്കിലും ഞങ്ങൾക്ക് അത്രയും ഒരു എമൗണ്ടിൽ ആ വീട് നിൽക്കുകയില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോൺ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാങ്കിൽ കൊടുത്തു. 15 ലക്ഷം ലോൺ എടുത്തു. അങ്ങനെ സെപ്റ്റംബർ 8 ഞങ്ങൾ തറക്കല്ലിട്ടെങ്കിലും അടുത്ത 2021 സെപ്റ്റംബർ 8 ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാൻ മാതാവ് ഇടവരുത്തി ഒരു നല്ല ഭവനം തന്നെ അനുഗ്രഹിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമെല്ലാം ടെൻഷൻ്റെ ദിവസങ്ങളായിരുന്നു. ഈ കടം എങ്ങനെ 15 ലക്ഷം ബാങ്കിലെ വീട്ടുമെന്ന് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ച് എങ്ങനെ വീട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ പ്രതീക്ഷയോടെ പോയി ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. പ്രാർത്ഥനയിലൂടെയും കാരുണ്യപ്രവർത്തിയിലും മുന്നോട്ട് പോയി. ലാസ്റ്റ് 2024 മാർച്ച് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്ന് വന്നു. ഇടയ്ക്കൊക്കെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നെങ്കിലും മാതാവ് നടത്തിത്തരും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ജപ്തി നോട്ടീസ് വന്നു. വീട്ടിൽ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ഇത്രയും വലിയ വീട് എന്തിനാണ് നിങ്ങൾ പണിതത്, ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ആരോടൊന്നും പറയാൻ പറ്റിയില്ല. എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയായിട്ട് നടത്തി തന്നു വീട് പണിയുടെ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ചേച്ചി എറണാകുളത്തു നിന്ന് വന്നിട്ട് പറഞ്ഞു, ജപ്തി ആയില്ലേ, അവർക്ക് എറണാകുളത്തു നിന്ന് ഈ സ്ഥലം മേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. എങ്കിലും അമ്മ വന്ന് പെട്ടെന്ന് പറഞ്ഞു, അമ്മയുടെ ചേച്ചി ഞങ്ങൾ അത് 15 ലക്ഷം ലോൺ എടുത്തെങ്കിലും പലിശ അടയ്ക്കാൻ പറ്റിയില്ല, അത് 21 ലക്ഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് അമ്മയുടെ ചേച്ചി വന്നത്. അങ്ങനെ 21 ലക്ഷം ലോണ് അവർ ഞങ്ങൾക്ക് വീട്ടിൽ തന്നു. ഈ മെയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കൈ കിട്ടി. അതിന് അമ്മ മാതാവിനെ തിരുക്കുമാർ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു അമ്മ മാതാവിനോട്. രണ്ടാമത്തെ വലിയൊരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പയ്ക്ക് പെട്ടെന്ന് ലാസ്റ്റ് സ്റ്റേജിലാണ് TV കണ്ടുപിടിച്ചത്. നട്ടലിലായിരുന്നു. അപ്പം നട്ടൽ പൊടിഞ്ഞു പോവുക. അപ്പം കോട്ടയത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ചാൻസ് ഇല്ല, നിങ്ങൾ കൊണ്ടുപോകോ, ശരീരത്തോട് മരുന്ന് പ്രതികരിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, കൂടിപ്പോയ ഒരാഴ്ച പപ്പ ഇരിക്കും, അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് പപ്പേനെ ഞാൻ വിളിക്കും. അപ്പം ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഉപ്പും എണ്ണയൊക്കെ പപ്പയ്ക്ക്. അപ്പം പപ്പയ്ക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല, നമ്മുടെ ശരീരത്തെ അസ്ഥികൾ പൊടിയുന്ന ഒരു വേദന. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, വേദനയൊന്ന് കുറച്ച് കൊടുത്താൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക വലിയ ഹോസ്പിറ്റലിൽ നിന്ന്. ഡിസ്ചാർജ് ചെയ്ത് പപ്പായിനെ വീട്ടിലോട്ട് കൊണ്ടുവരണോ, ഇനി എന്താ ചെയ്യണ്ടേ, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റിയല്ലോ ഒരാളുടെ വേദന, ഇങ്ങനെ അസ്ഥി പൊടിയുന്ന വേദന. അപ്പം പപ്പയുടെ മകൻ അയർലൻഡിൽ നിന്ന് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഡിസിഷൻ എടുത്തു, നമുക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണാം. അങ്ങനെ ഒത്തിരി ഡോക്ടറെ കണ്ടപ്പം ഒരു ഡോക്ടർ പറഞ്ഞു, നമ്മളല്ലല്ലോ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്, ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഫൈനൽ ഡിസിഷൻ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് വലിയൊരു ഇതായി. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ശരീരത്തോട് മരുന്ന് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ പപ്പ 3 മാസത്തെ ബെഡ് റെസ്റ്റിന് ശേഷം ഇപ്പോൾ ഒരു കുഴപ്പമില്ല നടക്കുന്നു, പക്ഷേ മരുന്ന് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വലത് കൈ ഇടറിയത്. ഒരുമാതിരി നല്ലപോലെ ജോലി ചെയ്യുന്നതാ, ഈ പശുവും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒന്നും അമ്മയുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ അമ്മയുടെ കയ്യിൽ നേർച്ച വസ്തുവായിട്ടുള്ള എണ്ണ എടുത്ത് തൂക്കുകയും എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അമ്മ അതിന് സൗഖ്യം കിട്ടി. അതിന് അമ്മ മാതാവിന് തിരുക്കുമാരൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ സൗദിയിലൊരു നേഴ്സായിരുന്നു. പ്രോമെട്രിയുടെ എക്സാം ഒന്നും ഇല്ലാതെ ഞാൻ സൗദിയിൽ പോയത്. ഒരു ഐഡിയ ഇല്ല എന്നാ ചെയ്യും. 3 മാസത്തിന് ശേഷം എന്തായാലും എക്സാം എഴുതണം. എന്തൊക്കെയോ PDF ഒക്കെ ആരൊക്കെയോ തന്നു, എന്തൊക്കെയോ വായിച്ച് പഠിച്ചു. എക്സാം എഴുതാൻ പോയി.
ആകെ എൻ്റെ കയ്യിലുള്ളൊരു ബലം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ എക്സാം അപ്പം തന്നെ റിസൾട്ടും വരും. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആദ്യത്തെ ചാൻസ് തന്നെ എനിക്ക് പാസ്സാകാൻ അനുഗ്രഹം തന്നു. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞാലൊന്നും തീരില്ല. അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി പറയുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ പ്രായമായവരെ സന്ദർശിക്കുകയും അവരോട് ഒത്തിരി നേരം സമയം ചെലവഴിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ജപമാലയിലും വചനത്തിലും അനുഷ്ഠിതമായി ജീവിച്ചു. ഇനി അമ്മമാർ ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.